മദഗജരാജ നമ്മുടെ തമിഴിലെ തന്നെ ഈ വർഷത്തെ പൊങ്കൽ വിജയിയാണ്. സിനിമയുടെ 3 ദിവസത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം. നമുക്ക് അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് റിപ്ഷൻ എന്തായാലും നമുക്ക് സുന്ദർ സി ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ വിശാൽ സന്താനം സിനിമേനെ 3 ദിവസം തമിഴ്നാട് ബോക്സ് ഓഫീസിലോട്ട് തന്നെ പോകാം. നമുക്ക് ഈ സിനിമയെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ 2012 സിനിമേൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നത്. എന്നിട്ട് സിനിമയുടെ കംപ്ലീറ്റ് ഷൂട്ടും 2013 തന്നെ അവസാനിപ്പിച്ച് നമ്മുടെ സുന്ദർ സി ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ ഈ സിനിമ വിജയ് ആൻ്റണിയൊക്കെയാണ് സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും കമ്പോസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പടം റിലീസിന് വന്നത് 2025 12 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെ പറയുകയാണെങ്കിലും സിനിമയുടെ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ പൊങ്കൽ വിജയായി മാറിയിരിക്കുകയാണ്. ഈ വർഷം വന്ന പൊങ്കൽ സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മദഗജരാജേനേക്കാളും കളക്ഷൻ വേറെ ആർക്കും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തായാലും സിനിമേൻ്റെ ബോക്സ് ഓഫീസ് തന്നെ നമുക്ക് പരിശോധിക്കാം. സിനിമയുടെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ ദിവസം തന്നെ തമിഴ്നാട് ബോക്സ് ഓഫീസിന് 3.10 കോടിയാണ് സിനിമ നേടിയെടുത്തത്. 3 കോടിയും 10 ലക്ഷം. ഇനി സിനിമ രണ്ടാമത്തെ ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 3 കോടിയും അതുപോലെ തന്നെ 15 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. 3.15 കോടി. ഇനി സിനിമയുടെ മൂന്നാമത്തെ ദിവസത്തെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിലാണ് ഏറ്റവും അധികം കളക്ഷൻ സിനിമ നേടിയെടുത്തത്. 6.75 കോടിയാണ് സിനിമ മൂന്നാമത്തെ ദിവസം മാത്രം നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ സിനിമ ടോട്ടൽ ഗ്രോസ് കളക്ഷനായിട്ട് 13 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ചില്ലറ കളക്ഷനൊന്നും നല്ലൊരു കളക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നാലാമത്തെ ദിവസത്തെ കളക്ഷനും ഓൾമോസ്റ്റ് 7.5 കോടീൻ്റെ മുകളിൽ വരാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും ഇതുവരെ വന്നതിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയ ഒരു ഡേ കളക്ഷൻ ആയിരിക്കും ചിലപ്പോൾ മദഗജരാജ ഒരു ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നേടിയെടുക്കാൻ പോകും നാലാമത്തെ കളക്ഷൻ. എന്തായാലും ആ ഒരു കളക്ഷനായിട്ട് കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് 40 കോടീൻ്റെ മുകളിൽ എന്തായാലും സിനിമയുടെ ഫൈനൽ റൺ എന്തായാലും വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ 50 കോടി സിനിമ എന്തായാലും ആക്യുറേറ്റ് ആയിട്ട് നേടിയെടുക്കാൻ നല്ല ചാൻസ് കാണുന്നുണ്ട് മദഗജരാജ എന്ന് പറഞ്ഞ ഈ ഒരു തമിഴ് സിനിമ. എന്തായാലും സുന്ദർ സി ഇപ്പോൾ കഴിഞ്ഞ സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു സക്സസ് ആയ ഒരു റേഷ്യോ കാണാൻ സാധിക്കുന്നുണ്ട്. ഇറങ്ങിയ അരമണി എന്ന സിനിമ 4ാം ഭാഗം നല്ലൊരു വിജയം തന്നെയായിരുന്നു. അതിനുശേഷം വന്നത് ഈ ഒരു സിനിമയും നല്ലൊരു വിജയമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഒരു കിഡിലൻ സക്സസ് റേഷ്യോ ഉള്ള ഡയറക്ടറായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സുന്ദർ സി എന്ന് പറഞ്ഞ ഡയറക്ടർ. എന്തായാലും തമിഴ് ഓഡിയൻസിന് ഇതുപോലത്തെ കിഡിലൻ സിനിമകൾ തന്നെയാണ് വേണ്ടത്. വിൻറ്റേജ് സ്റ്റൈൽ എൻ്റർടൈനർ. 12 വർഷം ഓൾഡാണ് ഈ ഒരു സിനിമ മദഗജരാജ എന്ന് പറഞ്ഞ സിനിമ. പക്ഷേ ഇപ്പോഴും സിനിമയ്ക്ക് നല്ല ഡിമാൻഡാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൺബോക്സ് ചെയ്യപ്പെടുത്തുക. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൺബോക്സ് ചെയ്യപ്പെടുത്തുക. കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ടും സിനിമ കളക്ഷനായിട്ടും ട്രാക്കിങ്ങിനായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ.